ഇത്രയേറെ വർഷങ്ങളായിട്ടുള്ള ഒരു അമ്പലം എന്ന് പറയുന്നത്, അത് നിലനിൽക്കുക എന്ന് പറയുന്നത് അത് ചെറിയൊരു കാര്യമല്ല. അപ്പം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ നല്ല മനസ്സുകൾക്കും ഞാൻ എൻ്റെ നന്ദിയും ആശംസയും ആദ്യം ഞാൻ അറിയിക്കുന്നു. പണ്ട് പറഞ്ഞതുപോലെ നമ്മൾക്ക് ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ചോദിക്കുമല്ലോ, എപ്പോഴാണ് ആർക്കെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ അറിയില്ല എപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് അമ്പലത്തിൽ പോയി തുടങ്ങിയത് എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവണമെന്നില്ല. ഞാനും ഇവിടെ നിന്ന് അതാണ് ആലോചിച്ചിട്ടുണ്ടായിരുന്നത്, പണ്ട് എപ്പോഴാണ് ദൈവമേ അമ്പലത്തിൽ പോയി തുടങ്ങിയതെന്ന്. പിന്നീട് മനസ്സിലായി, ഇപ്പം അമ്മ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, എടാ നീ പരീക്ഷയ്ക്ക് വരില്ല അമ്പലത്തിൽ പോട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി, ഓക്കെ കാര്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് അമ്പലം, ഓക്കെ പൊളിച്ച്. അങ്ങനെ ഞാൻ അമ്പലത്തിലേക്ക് വന്നു. എക്സാമൊക്കെയാണല്ലോ, പരീക്ഷയ്ക്കൊക്കെ മുമ്പ് നേരെ അമ്പലത്തിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു. അത് മാർക്കൊക്കെ കിട്ടി. നമ്മുടെ മൊബൈൽ നമ്പർ പോലെ 9867 എന്നൊക്കെ പറഞ്ഞാണ് കിട്ടുന്നത്. അപ്പം തന്നെ ആ വിശ്വാസം നഷ്ടപ്പെട്ട് ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോയതുകൊണ്ട് ഒരു കാര്യമില്ല കേട്ടോ, ഒന്നും നടക്കാൻ പോകുന്നില്ല, പ്രാർത്ഥന കേൾക്കും കൂടിയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ബുദ്ധിബോധമൊക്കെ ബുദ്ധി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, പ്രാർത്ഥന കൊണ്ട് മാത്രം ഈ ലോകത്ത് ഒരു കാര്യവും നേടാൻ പറ്റില്ല, പകരം പ്രവൃത്തി കൂടി വേണം എന്നുള്ള കാര്യം മനസ്സിലായി. അതുകൊണ്ടാണ് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത്. നമ്മൾ ഒരു എഫേർട്ട് എടുക്കാതെ അമ്പലത്തിൽ ചെന്നിട്ട് ഇത് ശരിയാവണേ നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ അമ്പലത്തിൽ പോകുന്നതിന് പരീക്ഷയുടെ ആവലാണല്ലോ ചാക്കിടാൻ വേണ്ടി വരുന്നത്. ഒരു കാര്യം നടക്കില്ല കേട്ടോ. അതുകൊണ്ട് മാക്സിമം പ്രവൃത്തി കൂടി കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു പടി വെച്ചാൽ 5 പടി വെക്കും എന്നാണ് പറയുക മുമ്പിൽ. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവും. പിന്നെ എനിക്ക് ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ എന്തിനാണ് ഈ അമ്പലത്തിൽ എന്താ പറയുക വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് ഓരോ സമയത്ത് ഒരു ഭ്രാന്താണല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ തോന്നി, എവിടെ ഇരുന്നാലും പ്രാർത്ഥിച്ച ദൈവം കേൾക്കുന്നുണ്ടെങ്കിൽ പിന്നെ അമ്മയോട് ഞാൻ ചോദിച്ചു, പിന്നെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോലെ എന്ന് ചോദിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായത്, അതായത് തീയുള്ള സ്ഥലത്തുണ്ടല്ലോ, തീയുടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ അതിന്റെ തീ നമുക്ക്, അതിന്റെ എനർജി നമുക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് അതിന്റെ ചൂട് കിട്ടും. എത്രമാത്രം തീയിൽ നിന്നും അകന്നു പോകുന്നു, അതിന്റെ ചൂടിൽ നിന്നും അല്ലെങ്കിൽ ആ എനർജിയിൽ നിന്നും വിട്ടകന്നു പോയിക്കൊണ്ടിരിക്കും. ഈ അമ്പലത്തിൽ വരുമ്പോൾ കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് അത് തന്നെയാണ്. ആ എനർജിയും ഈ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നവരുടെ മുഖം കണ്ടിട്ടില്ല, ഭയങ്കര ഐശ്വര്യമായിരിക്കും. കാരണം ആ എനർജി അവർ സ്വീകരിച്ചിട്ടാണ് ഇറങ്ങുക. ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ചേർത്ത് പിടിച്ചില്ലെങ്കിൽ, ഭഗവാനെ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ ഇന്ന് ലൈഫിൽ മുമ്പോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം കൂടെ നിൽക്കുന്നവരാണ്, ആരാണോ എന്താണോ ചതി എവിടെ നിന്നാണ് വരിക എന്ന് പറയാൻ പറ്റാത്ത കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ നമ്മളെ എല്ലാവരും ഇവിടെ നിലനിർത്തുന്നത് എന്ന് പറയുന്നത്, മനോബലം എന്ന് പറയുന്ന ഒരു കാര്യം കിട്ടുന്നത്, ആരില്ലെങ്കിലും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ആ ഒരു വിശ്വാസം, അത് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഹാബിറ്റ്, ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് സക്സസ് ആകാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ സക്സസ് പോലും ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മായയാണ്. കാരണം ഈ സക്സസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നത് പഠിച്ചില്ലെങ്കിൽ കൂടി തീർച്ചയായിട്ടും കൂപ്പുകുത്തി താഴേക്ക് വീഴും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. ഈ അമ്പലത്തിൽ വന്നു തുടങ്ങണം, ആ ശീലം വേണം എന്ന് പറയാനുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമുക്ക് ഡിസിഷൻ എടുക്കാനുള്ള പവർ, അല്ലെങ്കിൽ ഇപ്പോൾ അറിയാലോ എവിടെ ചെന്നാലും ഇതും അതും ഇതൊക്കെയാണ്. നമ്മുടെ ചെറുപ്പക്കാരെ പിള്ളേർ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ജീവിതത്തിൽ എസ് പറയുമ്പോൾ മാത്രമല്ല, ലൈഫിൽ നോ പറയാനും കൂടി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ലൈഫിൽ സക്സസ്ഫുൾ ആവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പൊ എവിടെ എസ് പറയണം, എവിടെ നോ പറയണം, അങ്ങനെ കുറേയധികം തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് അമ്പലത്തിൽ നിന്നാണ്. കാരണം നമ്മൾ കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നത് ആക്ച്വലി ആ സൈലൻസിൽ നമുക്ക് കിട്ടുന്ന കുറെ നല്ല എന്താ പറയുക, നമ്മളോട് തന്നെയാണ് സംവദിക്കുന്നത്. ആ സംവദിക്കാനുള്ള അവസരം അല്ലെങ്കിൽ ആ സമയം തീർച്ചയായിട്ടും ചെലവഴിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത്രയും മനോഹരമായ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഞാൻ എല്ലാവരോടും നന്ദി ഒരിക്കൽ കൂടി പറയുന്നു. ഏറ്റവും മറ്റൊരു സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കലാകാരന്മാരെ വെച്ചിട്ടാണ് പ്രോഗ്രാം ചെയ്യുക. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള വ്യക്തികൾക്ക് അവസരം കൊടുക്കുമ്പോൾ മാത്രമാണ് അവന്റെ ഒരു ലൈഫ് ടേണിംഗ് പോയിന്റ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതുപോലത്തെ വേദികളായിരിക്കും. അവന്റെ പേരിലായിരിക്കും ഒരുപക്ഷെ ഈ നാട് വരെ അറിയപ്പെടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അങ്ങനെ ഈ വേദി അങ്ങ് കൊടുക്കുന്നതും ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. ഇതിനുശേഷമുള്ള എല്ലാ കലാപരിപാടികൾക്കും എല്ലാവിധ ആശംസകളും നേടുന്നു. ഇത്രയും നല്ല ഒരു നിമിഷം ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. നന്ദി, നമസ്കാരം.